ഹലോ, വെൽക്കം ബാക്ക്. നമ്മുടെ ജയ്സൽമീർ ട്രിപ്പിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലോട്ട് നമുക്ക് പോവാം. നമ്മളിപ്പോൾ നമ്മുടെ റിസോർട്ടിലെത്തി. എല്ലാവരും കൂടി നമ്മുടെ റിസോർട്ട് ഒരു പാലസിൻ്റെ ഒരു ഫീലൊക്കെ ഉള്ളൊരു റിസോർട്ടായിരുന്നു. നമ്മുടെ റിസോർട്ട് SRK ദ ഫേൺ എന്ന് പറയുന്ന റിസോർട്ടായിരുന്നു. അപ്പോൾ ഇതാണ് റിസോർട്ടിൻ്റെ ഫ്രണ്ട് വ്യൂ. ശരിക്കും ഒരു പാലസ് പോലെ തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ ഫോട്ടോഗ്രാഫിയും പിന്നെ നമ്മളെന്താ പറയുക, അവിടുത്തെ ആർക്കിടെക്ചറൊക്കെ ഒരു വേറൊരു ലെവലാണ്. നമ്മൾ ഒരു പാലസിൽ പോയി താമസിക്കുന്ന അതേ സെയിം ഫീല് തന്നെയായിരുന്നു നമുക്കവിടെ. ഇപ്പോൾ നമ്മുടെ സൗത്ത് സൈഡിലൊന്നും ഇങ്ങനത്തെ റിസോർട്ട്സൊന്നും നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ പക്ഷേ നമുക്കിപ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല, രണ്ട് സൈഡിലും വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് ഇവിടുത്തെ ആളുകൾക്കൊക്കെ ആ സൈഡാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. നമുക്കും അവിടെ തന്നെയാണ് കേട്ടോ ഇഷ്ടം. എന്നാലും ഇത് വേറൊരു ഫീലായിരുന്നു, അതാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ ഓവറോൾ വ്യൂ. താഴത്തുനിന്നുള്ള വ്യൂ ആണ്. ഞങ്ങളുടെ റൂമും താഴെ തന്നെയായിരുന്നു, താഴത്തെ ഫ്ലോറിലുള്ള റൂമായിരുന്നു. റൂംസും നല്ല റൂംസായിരുന്നു. അത്യാവശ്യം നല്ല വ്യൂവും അതുപോലെ തന്നെ നല്ല ഫെസിലിറ്റീസ് ഉള്ള ഒരു റിസോർട്ട് തന്നെയായിരുന്നു നമ്മളുടെ. ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഉള്ളിലോട്ട് പോവാണ്. വ്യൂസൊക്കെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള, നമ്മൾ 3 പേരുണ്ടായിരുന്നു ഒരു റൂമിൽ. അതിൽ 3 ആൾക്കും അത്യാവശ്യം നന്നായിട്ട് ഇരിക്കാനൊക്കെ പറ്റുന്ന മാതിരിയുള്ള റൂമായിരുന്നു. ഇതാണ് നമ്മുടെ റൂമിൻ്റെ പുറത്തോട്ടുള്ള വ്യൂ. നേരെ പൂളാണ്. പിന്നെ അവിടെ നല്ല ഹൈ ടെമ്പറേച്ചറായിരുന്നു കേട്ടോ നമ്മുടെ ഇവിടുത്തെ ഇനി ഞങ്ങൾ വൈകിട്ട് പിന്നെ അന്ന് തന്നെ ഫ്രഷ് ആയതിന് ശേഷം വൈകിട്ട് ഡെസേർട്ട് സഫാരിക്കാണ് പോയത്. അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ ഗ്രൂപ്പ്. ഡെസേർട്ട് സഫാരി നല്ല രസമായിരുന്നു കേട്ടോ. അത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം. ഈ ട്രിപ്പിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ഡെസേർട്ട് സഫാരി ആയിരുന്നു. ഡെസേർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച മാതിരി, ഞാനും പ്രതീക്ഷിച്ച പോലത്തെ ഒരു വലിയ ഡെസേർട്ടൊന്നും അല്ലായിരുന്നു. ഏകദേശം ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു ഡെസേർട്ടായിരുന്നു. എന്നാൽ ആ സഫാരി നല്ല രസമായിരുന്നു, ഡെസേർട്ട് സഫാരി. അപ്പോൾ അവിടെ പോയിട്ട് പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയി. പിന്നെ നമ്മുടെ ഗ്രൂപ്പിൻ്റെ കൂടെ ആകാനും നന്നായിട്ട് എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മുടെ അടിപൊളി ഒരു വീഡിയോ വരുന്നുണ്ട് ഡെസേർട്ടിൻ്റെ. ഇതാരാ വരുന്നതെന്ന് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നോക്കിയൊക്കെ ആരാ വരണേ? നമ്മുടെ ക്യാമറമാവൻ പതുക്കെ നടന്നു വരിക താഴത്തുനിന്ന്. ഒരുപാട് വീഡിയോസും ഇതൊക്കെ എടുത്ത്, ഞങ്ങളുടെ അധികം എടുത്തില്ല കേട്ടോ. നമ്മുടെ ഗ്രൂപ്പിലുള്ളവരൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ എടുത്തായിരുന്നു. ഇത് നല്ലൊരു വീഡിയോ ആയിട്ടാണ്. മുകളിൽ നോക്കുമ്പോൾ സ്കൈ, താഴത്ത് ഈ ശരിക്കും ആ ഭൂമിയുടെ ലെവലിൽ നിന്ന് പിന്നെ നമ്മുടെ ക്യാമൽ ഇങ്ങനെ പതുക്കെ നടന്നു വരിക. അവിടെ ക്യാമൽ സഫാരി പിന്നെ ജീപ്പ് സഫാരി ഉണ്ടായിരുന്നു. ജീപ്പ് സഫാരിയുടെ കൂടെയാണ് നമ്മൾ ഡെസേർട്ടിൻ്റെ ഉള്ളിലോട്ട് എത്തുക. അത് കഴിഞ്ഞിട്ട് ക്യാമൽ സഫാരി ഉണ്ട്. ക്യാമൽ സഫാരി അത് ക്യാമലൊക്കെ ഇരുന്ന സ്ഥലത്ത് നിന്ന് എണീക്കുമ്പോൾ ശരിക്കും എല്ലാവരും ഒരുപാട് പേര് അതിൽ പോയി. അങ്ങനെ ഞങ്ങളും ക്യാമലിൻ്റെ പുറത്തൊക്കെ കയറി. ഇത് കാണുമ്പോൾ ഫോട്ടോ കണ്ടപ്പോൾ നിങ്ങളെല്ലാം വിചാരിച്ച് ഞങ്ങൾ പോയിന്ന്. പക്ഷെ ഞങ്ങൾ വെറുതെ ഫോട്ടോ എടുത്തതാണ്, പറ്റിച്ച്. അങ്ങനെ ഞങ്ങളുടെ ഡെസേർട്ട് സഫാരി കഴിഞ്ഞ് ഞങ്ങളത് തിരിച്ചു വരികയാണ്. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഡേ, നമ്മളവിടെ ചെന്നിട്ടുള്ള ഫസ്റ്റ് ഡേയിൽ നമ്മൾ ഡെസേർട്ട് സഫാരി ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ച് വൈകിട്ട് റിസോർട്ടിലെത്തി. റിസോർട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് അവിടെ റെസ്റ്റ് ചെയ്തു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഡേയിലത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് ഇനി സെക്കൻഡ് ഡേയുടെ വിശേഷങ്ങളായിട്ട് ഞാൻ പിന്നെയും വരാം. Bye-bye.